ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിനെ ചൊല്ലി ഇടതുമുന്നണിയിൽ പ്രതിസന്ധി രൂക്ഷം. സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച CPIയും കേരള കോൺഗ്രസ് മാണി വിഭാഗവും RJDയുമാണ് രംഗത്തുള്ളത്. സീറ്റ് CPIക്ക് നൽകിയാൽ മുന്നണി വിടുന്നതടക്കമുള്ള നിലപാട് സ്വീകരിക്കണമെന്ന ആവശ്യവും കേരള കോൺഗ്രസിൽ ശക്തമാണ്. സംസ്ഥാനത്ത് നിന്ന് ഒഴിവ് വരുന്ന 3 സീറ്റിൽ 2 എണ്ണത്തിലാണ് ഇടതുമുന്നണിക്ക് വിജയിക്കാനാവുക. ഇതിൽ ഒരു സീറ്റ് CPM ഏറ്റെടുക്കും. ബാക്കി വരുന്ന ഒരു സീറ്റിലാണ് CPIയും കേരള കോൺഗ്രസ് എമ്മും RJDയും രംഗത്തെത്തിയത്. CPM നേതാവ് എളമരം കരീം, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എന്നിവരുടെ രാജ്യസഭാ കാലാവധിയാണ് അവസാനിക്കുന്നത്. നിലവിലെ MLAമാരുടെ എണ്ണം അനുസരിച്ച് 2 പേരെ മാത്രമേ ഇടതുമുന്നണിക്ക് വിജയിപ്പിക്കാനാവൂ. ഇതിൽ ഒരെണ്ണം CPM ഏറ്റെടുക്കുമെന്ന് ഉറപ്പ്. അടുത്ത ഒരു സീറ്റിലാണ് CPI, കേരള കോൺഗ്രസ് എം, RJD എന്നീ ഘടകകക്ഷികൾ അവകാശവാദം ഉന്നയിക്കുന്നത്. നേരത്തെ UDFൽ നിന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ അടർത്തി ഇടതുമുന്നണിയിൽ ചേർത്തത് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തായിരുന്നു. അതിനാൽ സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് കേരള കോൺഗ്രസിന് ഉള്ളത്. വിഷയം ഇതുവരെ ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്തില്ലെങ്കിലും സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാണ്. നേരത്തെ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് നടത്തിയ പരസ്യ പ്രസ്താവനയും മുന്നണിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതിനിടയിലാണ് മാണി കോൺഗ്രസിനെ UDFിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കോൺഗ്രസ് മുഖപത്രമായി വീക്ഷണം രംഗത്തെത്തിയത്. വരുന്ന ജൂലൈ 1-നാണ് 3 MPമാരുടെ കാലാവധി കഴിയുന്നത്. ജനം, തിരുവനന്തപുരം.